ഹായ് ഹലോ എവരിവൺ, തുർക്കി വ്ലോഗിൻ്റെ പാർട്ട് 2 ആണിത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത് ഇസ്താൻബുളും കപ്പഡോക്കിയുമാണ്. ഈ വീഡിയോയിൽ അന്റാലിയയും പമുക്കയിലുമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. സോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. പമുക്കയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. സോ നമ്മൾ ബസ്സാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചൂസ് ചെയ്തത്. അതൊരു കിടിലൻ ഡിസിഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. 7 മണിക്കൂറിൻ്റെ ജേർണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല കിടിലൻ വ്യൂ ഒക്കെ ഉള്ള ഒരു കിടിലെ റെസ്റ്റോറൻറ്റിൽ കയറി അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫേവറേറ്റ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലിവറിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും ഈ ടർക്കിഷ് ഐസ്ക്രീം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഞാൻ നന്നായിട്ട് ചമ്മിയെങ്കിലും ഞാൻ നന്നായി എൻജോയും കൂടെ ചെയ്തിട്ടോ. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയുണ്ട്, എന്ത് ഗെയിമാണെന്നും എനിക്കറിയില്ല. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് നയൻതാരയുടെ ആ പാട്ട് ചെറുപ്പത്തിൽ ഞാനൊരു 8 പഠിക്കുന്ന സമയത്ത് ആ പാട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു ഈ ലൊക്കേഷൻ എനിക്ക് കാണണം ഒരു ദിവസം. പക്ഷെ അത് ശരിക്കും നടക്കും, ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതെൻ്റെ ഒരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ മാത്രം ഈ ഒരു ലൊക്കേഷനിൽ മാത്രം ഞാൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊന്ന് നേരി കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ട്രാവൻറ്റൈൻസ് ഓഫ് പമുക്കയിൽ അല്ലെങ്കിൽ പമുക്കാല എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ട് ശരി തന്നെയാണ്. അപ്പം ഇതിൻ്റെ എൻട്രൻസ് ഫീസ് വരുന്നത് 33 പൗണ്ടാണ് ഒരാൾക്ക്. 33 യൂറോ ആണ് ഒരാൾക്ക്. അത് വർത്താണോന്ന് വെച്ചാൽ ആണെന്നാണ് കേട്ടോ ഞാൻ പറയാം. ഇതിൻ്റെ ഈ ഒരു സ്ഥലം മാത്രമല്ല, ഇപ്പം നയൻതാരയുടെ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ സോങ്ങിൽ തന്നെ വരുന്ന പല ലൊക്കേഷൻസും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമുക്കതൊക്കെ കാണാൻ പറ്റും കേട്ടോ. റാപ്പിന് പണ്ടേ വെള്ളം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ പിന്നെ അവൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പെട്ടപാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ നയൻതാരയുടെ ഡാൻസൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, എല്ലാവരും ചെയ്യും പോലെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് തന്നെ വഴിക്കാണ് ഞങ്ങളൊരു പ്രത്യേക കാഴ്ച കണ്ടത്. അവിടുത്തെ ഒരു കല്യാണത്തെ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും നാട്ടിലൊക്കെ ഉള്ള ഒരു പഴയ കല്യാണം ഓർമ്മ വന്നു. നമ്മൾ പുറത്തൊക്കെ പന്തലൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു കല്യാണമല്ല, അത് ഓർമ്മ വന്നു കേട്ടോ. കാരണം ഇവർ കണ്ടപ്പോൾ പുറത്തൊക്കെ ചെമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഫുഡിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അടിക്കുന്നതായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഒരു ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടോ. അവിടെ നിന്ന് നമ്മൾ പോയതൊരു കേവിലേക്കാണ്, കാക്ലിക് കേവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പോയത്. അതിന് എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് വരുന്നത് 60 ലിറയാണ്. അത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെർത്തല്ലാത്ത ഒരു പ്ലേസ് ആണെന്ന് ഞാൻ പറയും. ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് മൂവ് ചെയ്യാൻ തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കേവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ഫുൾ ഇരുട്ടായിട്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് കാണുന്നത്, അതിൽ കൂടുതലൊന്നും ഞങ്ങളും സത്യത്തിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയും തിരക്കായിരുന്നു. അവിടെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് സാൽഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. സാൽഡ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സ്വിമ്മിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു പറ്റിയ പ്ലേസാണ്. പക്ഷേ അറൗണ്ട് 45 മിനിറ്റ്സ് അല്ല, അറൗണ്ട് 1 ഹവറോളം നമ്മളെടുത്തു ഇവിടെ എത്തിപ്പെടാനായിട്ട്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ഇഷ്ടമാണെങ്കിൽ ഇതാണ് ആ ലേക്ക്. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് കണ്ടിട്ടാണ്, ഇതിൻ്റെ മേലത്തെ വ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. സോ നെക്സ്റ്റ് ഡേ അന്റാലിയയാണ്. അന്റാലിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അന്റാലിയയും നമ്മൾ ബസ് വഴി തന്നെയാണ് വന്നത്. അന്റാലിയക്ക് ജസ്റ്റ് 3 hours ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം അടുത്തൊന്നുമില്ല ബസ്സിലിരുന്ന്. എന്നാലും ബസ്സിലിരുന്ന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പോലെ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ഉറങ്ങി. വന്ന വഴി അക്കോമഡേഷൻ ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അതും പറഞ്ഞില്ല എനിക്ക് വീണ്ടും കഴിക്കാൻ കൊതിയാവുന്നു. അങ്ങനെ ഞാൻ ചീസ് കേക്ക് വീണ്ടും വാങ്ങി കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് റെഡിയായി നമ്മൾ പോയത് ലോവർ ഡുഡൻ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോൾ കാണാനാണ്. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ആയിട്ട് തോന്നി. ഇതാണ് ഇത്ര പറയുന്ന എല്ലാവരും ഹൈപ്പ് കൊടുക്കുന്ന വാട്ടർഫോൾ ഇതാണോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ നടന്ന് കുറച്ചങ്ങ് നീങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ കാഴ്ച കണ്ടത് ഗൈസ്. ഓ മൈ ഗോഡ്, അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം ആ വാട്ടർഫോളും കണ്ട് അങ്ങനെ നിൽക്കാൻ നമുക്ക് തോന്നും. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും അന്റാലിയ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണത്. പിന്നെ അന്റാലിയയിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫുഡാണ് കേട്ടോ. മൊത്തം തുർക്കി ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡാണ് മെയിൻ ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ സീ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അന്റാലിയ മൊത്തത്തിൽ നല്ല എക്സ്പെൻസീവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അക്കോമഡേഷൻ അന്റാലിയയിലെ വളരെ മോശമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സൈറ്റ്
അത് അടുത്തൊരു ടിപ്പാണ്. ബുക്ക് ചെയ്യുന്ന സൈറ്റ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. നമ്മൾ Booking.com Airbnb ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Airbnb ആണ്. Booking.com അത്ര നന്നായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ബീച്ചാണ് കേട്ടോ അവരുടെ. എനിക്ക് ഇംഗ്ലീഷുകാരുടെ ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഹോളിഡേ ഡെസ്റ്റിനേഷനാണ് ഈ അന്റാലിയ. തുർക്കി തന്നെ അന്റാലിയ എന്ന് പറയുന്നത്. അവർ കൂടുതലും അന്റാലിയയിലേക്കാണ് വരുന്നത്. കാരണം ഈ ബീച്ചുകളും അതുപോലെ അവരുടെ ഹോട്ട് വെതറും ആണ് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ഡോൾഫിനറിയത്തിലാണ്. ഡോൾഫിനറിയത്തിന് ഒരാൾക്ക് 30 euro ആണ് കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് അതൊരു ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഡോൾഫിനറിയം അല്ലെങ്കിൽ ഡോൾഫിൻ ഷോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ആ ടിക്കറ്റിൽ തന്നെ ഒരു സൂ വിസിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. സൂ എന്ന് പറയാനായിട്ട് അധികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ചെറിയൊരു സൂ ആണ്. അതേപോലെ തന്നെ അതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ മാർക്കറ്റിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇസ്താൻബുളിൽ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്റാലിയയിലെ മാർക്കറ്റിലെ പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബൂം പാങ്ങിൻ്റെ ഏജ്ഡ് ബീഫ്, നമ്മുടെ ബൂം പാങ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വ്ളോഗർ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാമല്ലേ, ആളുടെ ഏജ്ഡ് ബീഫ് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് തുർക്കിയുടെ ടോപ്പ് വ്യൂ. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.